നമസ്കാരം, ജനജറാബിൻ SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ALP നോട്ടിഫിക്കേഷനെ പറ്റിയാണ്. ALP നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കിനി അതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിന്റെ ഏജ് എങ്ങനെയാണ്, കൂടാതെ അതിന്റെ ക്വാളിഫിക്കേഷൻ, സിലബസ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എങ്ങനെയാണ്, അതിനെപ്പറ്റി കുറച്ച് വിശദമായിട്ട് കുറച്ച് പേര് ചോദിച്ചത് കൊണ്ട് എന്താണ് നമ്മളത് വിശദമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം 11 രാത്രി വരെ അപ്ലൈ ചെയ്യാം. പക്ഷെ അതുവരെയൊന്നും നിങ്ങൾ കാത്തിരിക്കരുത്, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ സൈറ്റ് ഒക്കെ ലാസ്റ്റ് ഡേറ്റിനോട് അടുത്ത് വരുമ്പോഴത്തേനും സൈറ്റ് ഒക്കെ ബിസി ആവാറുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് ഒത്തിരി പേർക്ക്. അപ്പൊ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? നിങ്ങൾക്കറിയാം, റെയിൽവേയുടെ ഒരു ഏറ്റവും നല്ല ജോബാണ് എന്ത് ALP അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം, എങ്ങനെ ആദ്യം അപ്ലൈ ചെയ്യുന്ന കാര്യമൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യണം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യണം, അതിന്റെ സിലബസും കാര്യങ്ങളും, അതിന്റെ എത്ര സ്റ്റേജ് ഉണ്ട്, എങ്ങനെയാണ് അത് നമ്മുടെ ജോലിയിലേക്ക് എത്തിച്ചേരുന്നത്, അതിനെ പറ്റിയുള്ള എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കാം. ALPയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വിശദമായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, വിശദമായിട്ട് അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് 12 ആയിരുന്നു. നമ്മൾ ഏപ്രിൽ 12 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വരെ അപ്ലൈ ചെയ്താൽ അടുത്ത മാസം 11 അർദ്ധരാത്രി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഫീസ് അടയ്ക്കുന്നത്, അത് ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കുന്നതായിരിക്കും നല്ലത്. സോ എന്തായാലും നിങ്ങൾ 11 വരെ നിൽക്കരുത്. ഒരു 5 മുന്നേ, മെയ് 5 മുന്നെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുക. ഒരുപാട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ RRB ഗ്രൂപ്പ് ഡിയും NTPC ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലാസ്റ്റ് ഡേറ്റ് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ട്രാഫിക് അത് വരുന്നിട്ട് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. സോ അവർ ചിലതൊക്കെ എന്ത് ചെയ്യും, 2 ദിവസം 3 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ ഇങ്ങനെ അത് സംഭവിക്കണമെന്നില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ പോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ലോക്കോ പൈലറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരുടെ ആഗ്രഹമാണ് ട്രെയിൻ ഇങ്ങനെ ഓടിക്കാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അത് എന്താണ്, അത് 7th പേ CPC ആണ് കേട്ടോ, ഇനിഷ്യൽ പേ ഒന്നും അല്ല. അതിന്റെ സാലറി വളരെ വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചോദിച്ചു നോക്കൂ. നല്ലൊരു സാലറിയാണ് കിട്ടുന്നത്, വളരെ നല്ലൊരു സാലറി. കിട്ടാവുന്നതിൽ വെച്ച് ഒരു ലോക്കോ പൈലറ്റിൽ വെച്ച് നല്ല സാലറി. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് അത്ര ഉണ്ടാവില്ല, പക്ഷെ ലോക്കോ പൈലറ്റിന് നല്ല സാലറിയാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഏജ് എങ്ങനെയാണെന്ന് നോക്കുമ്പോ 18 തൊട്ട് 30 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ജനറൽ കാറ്റഗറിക്ക്. പിന്നെ നിങ്ങളുടെ റിസർവേഷനും കാര്യങ്ങളും അനുസരിച്ച് അതിനനുസരിച്ച് എന്തെങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ട്, അത് ഞാൻ വയ്യെ പറയാം. വേക്കൻസി 9970 ആണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ എന്തായിരിക്കും, ട്രിവാൻഡ്രത്തായിരിക്കും വെക്കുന്നത്. നമ്മുടെ NTPC സോൺ വരുന്നത് ട്രിവാൻഡ്രം ഉണ്ട്, ഒരുപാട് സോണുകളുണ്ട്. അപ്പൊ അതിന്റെ സെപ്പറേറ്റ് വേക്കൻസി ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിലുള്ള വേക്കൻസിയാണ് 9970. ഓക്കെ, അതിന്റെ ഏജ് ലിമിറ്റ് നമ്മൾ കണക്കാക്കുന്നത് 1/7/2025 വെച്ചിട്ടാണ് നമ്മുടെ അതിന്റെ ഏജ് കണക്കാക്കുന്നത്. 18 തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക്. ബാക്കിയുള്ള OBC, EWS, എന്താണ് SC ST, അവർക്കൊക്കെ എന്താണ് എത്രയാണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. സാധാരണ ജനറൽ കാറ്റഗറി ആണെങ്കിൽ എന്താണ് 30 വയസ്സ് വരെയാണ്. 18 തൊട്ട് 30 വയസ്സ് 2007 വരെ നിങ്ങളുടെ ഏജ് കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ 1/7/2025 വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഏജ് കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പം ബാക്കി 95 ആണ്. OBCക്ക് ആണെങ്കിൽ 92, SC STക്ക് ആണെങ്കിൽ 90. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ ഏതാണെന്ന് നോക്കി നിങ്ങളങ്ങ് അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ വരുന്നത്, ഇതിനൊരു ഫീസ് ഉണ്ടാവും. സാധാരണ എന്താണ്, മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ, അതായത് ജനറൽ കാറ്റഗറിയിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് എത്രയാണ്, 500 ആണ് കേട്ടോ. 500 നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് എഴുതി കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ സ്റ്റേജ് ഉണ്ടല്ലോ, അത് എഴുതി കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 400 രൂപ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. എഴുതണം, അറ്റൻഡ് ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, അറ്റൻഡെങ്കിലും ചെയ്യുക നിങ്ങൾ, അപ്ലൈ ചെയ്യുന്നവര്. അപ്പം 500 രൂപയാണ് സാധാരണ ആയിട്ടുള്ളത്. അവർക്ക് എന്ത് ചെയ്യും, 400 രൂപ എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കൊണ്ട് അത്
അപ്പിയർ ചെയ്താൽ മാത്രം, ഫസ്റ്റ് സ്റ്റേജ് അപ്പിയർ ചെയ്താൽ മാത്രം. അല്ലാണ്ട് എന്താണ് SC/ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, EWC അങ്ങനെയുള്ളവർക്ക്, OBC, EWC എല്ലാവർക്കും എന്താണ് 250 രൂപയാണ്. അത് 250 രൂപയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് അപ്പിയർ ചെയ്താൽ എന്ത് ചെയ്യും, തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതാണ് അതിന്റെ ഫീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോ ഡിപ്ലോമ അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ITI വിത്ത് ITIയുടെ കൂടെ കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ റിലവന്റ് ആയിട്ടുള്ള കോഴ്സ് കൂടെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഡിപ്ലോമ BTech ഉള്ളവർക്ക്, അതായത് ഇലക്ട്രിക്കൽ ഉള്ളവർക്ക്, ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക്, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, അപ്പൊ ഇത്രയും ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. BTech ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പൊ അതാണ് ക്വാളിഫിക്കേഷൻ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിനാ ഇലക്ട്രീഷ്യൻ, അതായത് അതിന്റെ നിങ്ങൾക്ക് പാർട്ട് ബിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചോയ്സ് ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കണം. അത് എടുക്കേണ്ടത് ഇലക്ട്രീഷ്യൻ എടുക്കാം, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എടുക്കാം, വയർമാൻ, ആർമേച്ചർ ആൻഡ് കോയിൽ, വൈൻഡർ, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേജില് പാർട്ട് ബി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കോമ്പിനേഷൻ വേരിയസ് സ്ട്രീംസ്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്, റേഡിയോ ആൻഡ് TV. അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റർ ഉണ്ട്, മെക്കാനിക് ഉണ്ട്, ട്രാക്ടർ മെക്കാനിക് ഡീസൽ ഉണ്ട്, ടേണർ മെക്കാനിക്സ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ, അങ്ങനെ ഒത്തിരി വരുന്നുണ്ട്. ഓട്ടോമൊബൈലിലാണെങ്കിൽ മെക്കാനിക്, ട്രാക്ടർ മെക്കാനിക് ഡീസൽ വരുന്നുണ്ട്, ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ. അപ്പം ഇതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജിലെ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ അല്ലാത്ത ക്വാളിഫിക്കേഷൻ എന്തെന്ന് ചോദിച്ചാല് എന്താണ്, 3 years ഡിപ്ലോമ വേണം. അല്ലെങ്കിൽ എന്ത് വേണം, ഏതിലൊക്കെ വേണം, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഒന്നുകിൽ ഡിപ്ലോമ വേണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ SSLC പ്ലസ് എന്താണ് ITI-യുമായിട്ട് ബന്ധപ്പെട്ട എന്താ വേണം, ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഏതൊക്കെയാണ് ട്രേഡ്സ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ട്രേഡ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് 3 years ഡിപ്ലോമ വേണം. ഏതിലൊക്കെ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. BTech-നാണെങ്കിലും, അതായത് ഗ്രാജുവേറ്റ് ഉള്ള BTech ആൾക്കാർക്കാണെങ്കിലും എന്താണ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന്റെ എക്സാം എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു CBT 1 ഉണ്ട്, അതായത് സ്റ്റേജ് 1 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പാസ്സാവുന്നവർക്ക് CBT 2 ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവും. സൈക്കോമെട്രിക് ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ബാക്കി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത് 3 എഴുത്തായിട്ട് വരുന്നത്. CBT 1-ലെ സിലബസ് ഞാൻ പറഞ്ഞുതരാം. CBT 2-ലും സെയിം സിലബസ് തന്നെയാണ്, അതായത് ജനറൽ അവയർനെസ്, റീസണിങ്, മാത്സ് പോലെ കഴിഞ്ഞിട്ട് CBT 2-ൽ വരുമ്പോ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു റിലവന്റ്, നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്ത ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ മെക്കാനിക്കൽ ആണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഏത് ട്രേഡാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഒരു വിഷയം നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു വിഷയം സെലക്ട് ചെയ്യണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പാർട്ട് ബിയിൽ ചോദിക്കുന്നത് കേട്ടോ. അത് സെപ്പറേറ്റ് പാസ് ആവണം. അത് നിങ്ങൾ ആഡ് ചെയ്തൊന്നുമില്ല, പക്ഷെ അത് സെപ്പറേറ്റ് പാസ് ആവണം കേട്ടോ. ആദ്യം നമുക്ക് CBT 1 എങ്ങനെയാണെന്ന് നോക്കാം. CBT 1 ആണ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. എന്താണ് 75 മാർക്സിനാണ് കേട്ടോ. 75 മാർക്സിനാണ്. 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എത്രയാണ്, 1 മണിക്കൂറാണ്. ഓക്കെയാണ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്, 1/3 ആയിരിക്കും അതിന്റെ, അതായത് ഒരു ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ CBT 1-ന്റെ പാസ് പെർസെന്റേജ് അങ്ങനെയുണ്ട് കേട്ടോ. നമ്മൾ ജനറൽ അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ് ആണെങ്കിൽ 40% മാർക്ക് വേണം. OBC ആണെങ്കിൽ 30, SC 30, ST 25, ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അത് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് CBT 2 എഴുതാൻ കഴിയത്തുള്ളൂ. ഓക്കെ, CBT 2-നെ പറ്റി ഇത് നോട്ടിഫിക്കേഷനുള്ള സെയിം ആണ്, അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. എന്താണ്, UR EWS 40% മാർക്ക് വേണം കേട്ടോ. ഓക്കെ, the mark CBT 1 shall not be counted while preparing the final panel. ഫൈനൽ പാനലിലേക്ക് വരുമ്പോൾ CBT 1-ന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല, അതാണ് പറയുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 75 ക്വസ്റ്റ്യൻ, 75 മാർക്ക്, 1 മണിക്കൂർ, 1/3 ആണ് നെഗറ്റീവ് ആൻസർ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഓരോ സ്റ്റേജ് നടന്നല്ലോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് നോർമലൈസേഷൻ കിട്ടും. ഏത് സ്റ്റേജിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നോർമലൈസേഷൻ കിട്ടും. നിങ്ങളുടെ CBT 1-ന്റെ പാസ് പെർസെന്റേജ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് വരുന്നത് CBT 2 ആണ്. അതായത് ഇത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. അതിൽ വരുന്നത് എന്ത് തന്നെയാണ്, മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് തന്നെയാണ് വരുന്നത്. ഇതിൽ വരുന്നത് എന്ത് തന്നെയാണ്, മാത്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, ജനറൽ സയൻസ് വരുന്നുണ്ട്. അപ്പൊ CBT 1-ലും മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ CBT 2-ൽ എന്ത് വരുന്നുണ്ട്, മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് വരുന്നുണ്ട്. അത് 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്,
90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ട് ബി കൂടെ ഉണ്ട് നിങ്ങളുടെ എന്താണ് സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോ. അത് നിങ്ങൾ സെലക്ട് ചെയ്ത ട്രേഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ഒരു ട്രേഡ് സെലക്ട് ചെയ്യാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലവന്റ് ട്രേഡില് എത്ര മാർക്ക് ഉണ്ട്? 75 ക്വസ്റ്റ്യൻ, 75 മാർക്ക്. അതെന്താണ്? 60 മിനിറ്റ്, 1 മണിക്കൂറാണ്. മൊത്തം 2 അവർ ആയിരിക്കും. മൊത്തം ക്വസ്റ്റ്യൻ മാർക്ക് 175 ക്വസ്റ്റ്യനുമാണ്. ഇങ്ങനെയാണ് നടക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് പാർട്ട് എയും പാർട്ട് ബിയുമായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് വളരെ കുറച്ച് സമയം എടുത്ത് പറഞ്ഞിരുന്നു. ഒരുപാട് പേർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് വരുമ്പോ എക്സാം. നമ്മൾ ഗ്രൂപ്പ് ഡി ഒക്കെ ആണെങ്കിൽ ഒറ്റ എക്സാമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും. ഇതിൽ എന്ത് ചെയ്യാ, CBT 1 കഴിഞ്ഞിട്ട് CBT 2 2 വരുന്നുണ്ട്. അപ്പൊ ഈ പാർട്ട് ബിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു 35% പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഫസ്റ്റ് സ്റ്റേജിലെ അതായത് ഈ പാർട്ട് എ നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതായത് ഇത് 35% വാങ്ങിച്ചാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, മറ്റത് വാല്യുവേഷൻ ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് ഈ റിലവന്റ് ട്രേഡിന് എന്ത് വേണം, 35% നിങ്ങൾക്ക് അത് മാർക്ക് വാങ്ങിക്കണം. എത്ര മാർക്ക് എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇത്ര 75 ക്വസ്റ്റ്യൻ അതിന് ഇത്ര മാർക്ക് മേടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യുവേഷൻ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ പാർട്ടി എഴുതിയത് വെറുതെ ആയി പോകും കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി വിശദമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. Only marks scored part A shall be counted shortlisting candidates for the stages of this recruitment. Okay, അതായത് ഈ പാർട്ട് എ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ഫൈനൽ സ്റ്റേജിലേക്ക് കൗണ്ട് ചെയ്യത്തുള്ളൂ, ഈ പാർട്ട് ബി കൗണ്ട് ചെയ്തില്ല. പക്ഷെ ആ പാർട്ട് ബിയിൽ മിനിമം മാർക്ക് മേടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, പാർട്ട് എ വാല്യുവേറ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ എന്താണ് ക്വാളിഫിക്കേഷനും അതിന്റെ ട്രേഡുകളും ഒക്കെ ഇതാണ്. അപ്പം ഈ ട്രേഡുകളിലുള്ളവര് ഇന്ന ട്രേഡുകൾ വേണം എന്ത് ചെയ്യാനായിട്ട്, ചൂസ് ചെയ്യാനായിട്ട് പാർട്ട് ബിയിലേക്ക്. പിന്നെ നമുക്ക് വേക്കൻസി ആണ് നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ 9970 ഉണ്ട് നമുക്ക് ടോട്ടൽ ആയിട്ട്. അതിൽ ജനറലിൽ തന്നെ 4116 ഉണ്ട്. നമുക്ക് നോക്കേണ്ട തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം നമുക്ക് 55 ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ പേര് എന്ത് ചെയ്യുന്നു, തിരുവനന്തപുരമാണെന്ന് വിചാരിക്കുന്നു. അവർക്ക് 55 ഉണ്ട്. EWS 21, OBC 32, ST 15, SC 25. അങ്ങനെ മൊത്തം എന്ത് ചെയ്യും, നമ്മുടെ തിരുവനന്തപുരത്തേക്ക് 148 ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് RRB സോണുകൾ വരുന്നത്. പിന്നെ ഒരുപാടുള്ളതൊക്കെ ഉണ്ട്. ഭുവനേശ്വറിലൊക്കെ 400 സംതിങ് ഒക്കെ ഉണ്ട്. അതുപോലെ സെക്കന്ദരാബാദിലൊക്കെ പക്ഷെ അപ്പൊ അവിടെയൊക്കെ എഴുതാനും അത്രയും ആൾക്കാര് വരും. പിന്നെ നമുക്ക് സാധാരണ നിങ്ങൾ വെക്കുന്നത് ചെന്നൈ ആയിരിക്കും. ചെന്നൈയിൽ 155 ഉണ്ട് കേട്ടോ, 155 ഉണ്ട്. പക്ഷെ പാർട്ട് എ അല്ല, സ്റ്റേജ് 1 എളുപ്പമായിരിക്കും, വലിയ പാടൊന്നുമില്ല, ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത CBT 1 സിലബസ് ഒന്ന് നോക്കാം. CBT 2 അതായത് കഴിഞ്ഞ വർഷത്തെ CBT 2 ഇപ്പൊ നടക്കുന്നതേ ഉള്ളൂ. അത് പക്ഷെ നമ്മൾ അടുത്തത് വിളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇതേ സമയം, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ CBT 2. ഇതിന് മുന്നേ എന്ത് ചെയ്യും, CBT 1 കഴിഞ്ഞിരിക്കും, അതിന്റെ റിസൾട്ട് ഒക്കെ വരും. അത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, എല്ലാവർക്കും ഒരുവിധം എഴുതിയെടുക്കാൻ പറ്റുന്നതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ CBT 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ എന്താണ് മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ഇങ്ങനെയാണ് വരുന്നത്. അത് മൊത്തത്തിൽ നമ്മൾ സാധാരണ ഗ്രൂപ്പ് ഡി ഒക്കെ നോക്കിയതുപോലെ തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നുണ്ട്, ആൾജിബ്ര, ജിയോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, മെൻസ്ട്രേഷൻ, പെർസെന്റേജ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്റ്റർ, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, HCM, റേഷ്യോ, സ്ക്വയർ റൂട്ട്, പിന്നെ ഏജ്, കലണ്ടർ, ക്ലോക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റംസ് ഒക്കെ വരുന്നുണ്ട്. റീസണിങ്ങിലും എല്ലാം വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, സിലോജിസം, DI വരുന്നുണ്ട്, കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ്, വെൻ ഡയഗ്രാം, അനലോഗി, ആൽഫബറ്റിക് വരുന്നുണ്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വരുന്നുണ്ട്, സീരീസുകൾ വരുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ഡയറക്ഷൻ വരുന്നുണ്ട്, അങ്ങനെ അനലിറ്റിക്കൽ റീസണിങ്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. സയൻസ് ആണെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, എൻവയോൺമെന്റ് സാധാരണ പോലെ തന്നെയാണ്. പിന്നെ അത് പ്ലസ് എന്ത് വേണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം കേട്ടോ. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റൂ. പ്ലസ് എന്തെങ്കിലും സ്റ്റാറ്റിക് GK ചോദിക്കും. നമ്മുടെ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. ആർട്സ് ആൻഡ് കൾച്ചർ, അവാർഡ്സ്, സ്പോർട്സ്, സ്റ്റാറ്റിക് GK ഇങ്ങനെയാണ് അതിന്റെ CBT 1 സിലബസ് വരുന്നത് കേട്ടോ. ബാക്കി അതായത് CBT 2 വരുമ്പോ നിങ്ങളുടെ ഏത് ട്രേഡാണോ നിങ്ങൾ ചൂസ് ചെയ്തത് അത് പാർട്ട് ബിയിൽ വരും. അത് നന്നായിട്ട് പഠിക്കണം. കാരണം അതിൽ 35% മാർക്ക് നേടിയാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യുള്ളൂ, പാർട്ട് എ അവർ വാല്യുവേറ്റ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് പാർട്ട് എ ഇതുപോലെ തന്നെയാണ്. മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആയിട്ട് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി എന്ത് ചെയ്യും, പട്ടി കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ എന്ത് വരുന്നത്, ഇതിലുള്ള സിലബസ് വരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ CBT 2 ഇപ്പൊ നടക്കുന്നതേ ഉള്ളൂ.
അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, ഒരുപാട് പതുക്കെ പഠിച്ച് പതുക്കെ വന്നാൽ മതി. എല്ലാ ടോപ്പിക്കും ക്ലിയർ ചെയ്ത് പോയാൽ തന്നെ ഗ്രൂപ്പ് ഡി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ഗ്രൂപ്പ് ഡി ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി സമയം കാണും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രേഡിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഏത് ട്രേഡാണോ എളുപ്പമുള്ളത് അതനുസരിച്ച് കൊടുക്കുക. അപ്പൊ അത് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. നല്ല ജോലിയാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് നിമിഷത്തേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കരുത്, വേഗം അപ്ലൈ ചെയ്യുക കേട്ടോ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.